ഒച്ച കേട്ടതുപോലെ എനിക്ക് തോന്നിയായിരുന്നല്ലോ. അത് അല്ല, എടാ ഭൂപതി, ഈ വഴിക്ക് അവന് ഓടിയത്. എന്തു പറ്റി? അതാരാടോ? അതാരാളിയാ? അല്ല സാറേ, അയ്യോ, ഇത് ശരിക്കും അമ്പലത്തിനകത്ത് വെച്ച് കണ്ട അവന്മാരാണോ എന്ന് എനിക്കൊരു സംശയം. എനിക്കും ഉണ്ട് സാർ സംശയം. എനിക്കും. വിടണ്ട, സാർ ഒരു കാര്യം ചെയ്യാം. സാറിന്റെ ഒരു ധൈര്യത്തിന് വേണ്ടി ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കാം. അത് ബുദ്ധി. ഭാഗ്യത്തിനെ രക്ഷപ്പെട്ടത്. ആ എസ് നമ്മളെ കണ്ടോ ആവോ? ഭഗവാനെ, ഈ നായർക്ക് എന്ത് പറ്റി? എടാ, അയാളുടെ വായിന്ന തുണി എടുത്ത് മാറ്റാ, അല്ലെങ്കിൽ ശ്വാസം വിട്ട് ചത്തുപോയാള്. ഒരലർച്ചയായിരുന്നില്ലേ? ഒരു കൂട്ടം ചീറ്റപ്പുലിയുടെ ശബ്ദം പോലെ. പക്ഷെ ഭയമെന്ന വികാരം ഒരു ലവലേശം പോലും തീണ്ടിയിട്ടില്ലാത്ത ഞാൻ ഒരു സംഘടനാത്മക രംഗത്തിന് മുതിർന്നില്ല. അതേതായാലും നന്നായി. അതെ അതെ, ഒരു പോലീസുകാരന്റെ കൃത്യനിർവഹണത്തെ കുറിച്ചുള്ള അവബോധം എപ്പോഴും നമുക്കുണ്ടായിരിക്കണം. പിന്നെ തീർച്ചയായിട്ടും സാർ. നിങ്ങൾ എന്നെ ശരിക്കും ആക്കുകയാണോ? അതെ സാർ. അങ്ങേപ്പോലെ ധീരനായ ഒരു പോലീസ് ഓഫീസറെ ആർക്ക് നിസ്സാരനാക്കാൻ കഴിയും സാർ? പറയണം സാർ. അപ്പോ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലേ? വൈ നോട്ട് സാർ? സാർ, എന്നാലും നമ്മൾ കുറച്ച് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. മനസ്സിലായില്ല സാറേ. ആരും കൊല നടന്ന സ്ഥലമാണ്. പാതിരാത്രി കഴിഞ്ഞാൽ രക്തദാഹിയായ പ്രേതം അവിടെ ആരെയോ കാത്തിരിപ്പുണ്ടെന്നാണ് കേട്ടുകേൾവി. തന്നോട് ഇതാരാ പറഞ്ഞത്? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അവന്റെ അടിയേറ്റ് തലച്ചോറ് കലങ്ങി ബുദ്ധിഭ്രമം സംഭവിച്ച പലരും ഈ നാട്ടിലുണ്ട്. അതെ. എന്നാലൊന്ന് കണ്ടിട്ട് തന്നെ കാര്യം. നാളെ തന്നെ നമുക്ക് അവിടെ ചെന്ന് സെർച്ച് ചെയ്യണം. ആ പ്രേതകഥയുടെ രഹസ്യം നമുക്ക് പുറത്തു കൊണ്ടുവരണം. അത് വേണോ സാർ? വേണം സാറേ. അവിടെ താമസിക്കുന്നവർക്കും ബാധയുണ്ടോ എന്നെനിക്കൊരു സംശയം. പകലുകളിലല്ല, രാത്രികളിലാണ് അവർ രക്തത്തിന് വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് സഞ്ചരിക്കുന്നത്. എന്നാ നമുക്ക് പകല് പോകാം. ഫോണം അതല്ല, ടെലിഫോൺ. ഹലോ, പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ടാണോ ഫയർ സ്റ്റേഷൻ ചോദിക്കുന്നത്? എന്താ കാര്യം? മുട്ടത്ര തീ പിടിച്ചെന്നു? സാരമില്ല, ഞാൻ ഫയർ സ്റ്റേഷനിൽ വിളിച്ചു പറയാം. പിന്നെ ഫയർഫോഴ്സ് അവിടെ എത്തുന്നത് വരെ തീ അണയാതെ നോക്കണം. അഥവാ അണഞ്ഞു പോയാൽ വല്ലതുമൊക്കെ വാരിയിട്ട് കത്തിച്ചോണ്ട് എന്നെ പറയിപ്പിക്കരുത്. അല്ല പിന്നെ ഭൂപതിയുടെ ഒരു പ്രവൃത്തികളും ദേവപ്രശ്നവും അയാൾ കാണിച്ച ദീർഘവീക്ഷണവും അന്വേഷണ ബുദ്ധിയും ആരെ അമ്പരപ്പിക്കുന്നതായിരുന്നു. അതിനർത്ഥം അയാൾ നമ്മളിലേക്ക് എത്തിന്നുള്ളതാ.